പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. 10-33 നീണ്ട വർഷങ്ങൾക്ക് കൺമുന്നിലൂടെ മിന്നിമറയുന്ന ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന അതേ ഊഷ്മളമായ ഓർമ്മകളാണ് നമുക്ക് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അനുഭവപ്പെട്ടത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതുപോലെ ആക്കിയെടുത്തതിന് ഈ വിദ്യാലയത്തിലെ പങ്ക് കൂടാതെ തന്നെ നമ്മെ പഠിപ്പിച്ച അധ്യാപകർക്കുള്ള പങ്കും വലുതാണ്. എൻ്റെ പേര് മറന്നുപോയ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും വേണ്ടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് റഷീദ്. ഞാൻ 10ാം ക്ലാസ് എ ഡിവിഷനിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്റ്റെല്ല ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ഞാൻ താമസിക്കുന്നത് കാക്കനാട് വാഴക്കാലയിലാണ്. ഭാര്യയും 3 പെൺമക്കളും എനിക്കുണ്ട്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞതാണ്. അതിലൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ മകൾ ഫ്രാൻസിലാണ്, പാരീസിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകൾ ബിടെക് ഫൈനൽ ഇയർ എക്സാം എഴുതി നിൽക്കുന്നു. ഞാൻ മലയാള മനോരമ പത്രത്തിൻ്റെ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. സ്കൂളിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകൾ മനസ്സിലൂടെ ഓരോന്നായി കടന്നു പോവുകയാണ്. ഞാൻ ഒരു മികച്ച പ്രാസംഗികനൊന്നുമല്ല. നമ്മൾ സ്കൂളിൽ കളിച്ചും ചിരിച്ചും നടന്ന കാലഘട്ടത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണ്. ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സിലിരുന്ന ടീമാണ്. ഞാൻ, ഉബൈദ്, സൈനുദ്ദീൻ, കലാം ഇവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഉബൈദ് ഇല്ല, ഉബൈദ് മരിച്ചുപോയി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ട്. കാര്യം സ്റ്റെല്ല ടീച്ചറിൻ്റെ ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും വേഷം കെട്ടെടുക്കാനുള്ളൊരു അവസരം ടീച്ചർ തന്നില്ല. അതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ പുറത്തു പോയി ഞങ്ങൾ ഒരുപാട് വേഷം കെട്ടുകൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ കൂടുതൽ ഒന്നും കാണിച്ചിട്ടില്ല. 9A വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എലിയെ കൊന്ന് ടീച്ചേഴ്സിൻ്റെ, അതായത് നമ്മളുടെ ക്ലാസ് ടീച്ചർമാരിരിക്കുന്ന മേശയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ചൊരു സംഭവമുണ്ട്. അതിപ്പോഴും ആർക്കറിയില്ല ആരാ ചെയ്തതെന്ന്. വെള്ളിയാഴ്ച വൈകിട്ട് ചെയ്ത സംഭവം തിങ്കളാഴ്ച നാറിയിട്ട് അന്ന് ഉച്ചയോടുകൂടി 10ാം ക്ലാസ്സിലെ 4 ഡിവിഷനും 9ാം ക്ലാസ്സിലെ 4 ഡിവിഷനും അന്ന് ഡിസ്പോസ് ചെയ്ത് വിട്ടു. അത് ചെയ്തത് ആരാണെന്ന് ഇപ്പോഴും ടീച്ചേഴ്സിനും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. പക്ഷേ അത് ഒട്ടിച്ചവർക്ക് അറിയാം അത് ആരാ ചെയ്തത്. പിന്നെ ഓർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സിൽ വെച്ച് വീണ ടീച്ചറാണ് ഞങ്ങൾക്ക് ബയോളജി പഠിപ്പിച്ചത്. ഈ ബയോളജി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ മനുഷ്യൻ്റെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അനാട്ടമി പോലെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉബൈദിനോട് പറഞ്ഞ് ഇവരിങ്ങനെ വൃത്തികേടായി നിൽക്കേണ്ട, നമുക്ക് ഷട്ടി ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ പെണ്ണിന്. അപ്പോൾ ഷട്ടി വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ ടീച്ചർ പുറകിലൂടെ വന്നിട്ട് ഞങ്ങൾ പൊക്കിയത്. കാര്യം എവിടെ ചെന്നാലും വീണ ടീച്ചറിന്റെ മുമ്പിലാണ് അന്നത്തെ കൗമാരക്കാലത്തെ പ്രണയിക്കുന്ന ആൾക്കാർ ടീച്ചറുടെ മുമ്പിലാണ് വന്ന് പെടാറ്. ഒരുപാട് പേരുടെ പ്രണയ നൈരാശ്യം വീണ ടീച്ചർ തകർത്തിട്ടുണ്ട്. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിച്ചു നിന്ന് കണ്ടാൽ തന്നെ ടീച്ചറെ വിളിച്ചു ക്ലാസ് റൂമിൽ കൊണ്ടുപോയി, സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ഒരു 2-3 മണിക്കൂർ ഭയങ്കര ഉപദേശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വിഷയം. പിന്നെ ഉള്ളത്, നേരത്തെ നമുക്ക് സമയം കഴിഞ്ഞു പോയി. പിന്നെ ഒരു ഓർമ്മ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അലിസാറ് ഒരു സൈക്കിളിലാണ് സാധാരണ
സ്കൂളിൽ വരാറ്. ആ ജീവിതത്തിൽ ആ സാറ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. എപ്പോഴും പുള്ളി അത് തള്ളിക്കൊണ്ടു പോകുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാലും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച, പ്രത്യേകിച്ച് 5-8 മാസത്തോളം ഇതിൻ്റെ പുറകിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച നിയാസ് ബാബുവിനും, കൂടാതെ ഞങ്ങളുടെ ക്ലാസ്സിലെ മിസ്റ്റർ അനസിനും, അതിൻ്റെ കൂടെ തന്നെ നിയാസിൻ്റെ കൂടെ തന്നെയുള്ള ഒരുപാട് ക്രൂസിനും ഈ 10A പേരിൽ, എന്ന് വെച്ചാലും ഈ പരിപാടി ഇവിടെ ഞാൻ വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ക്ലാസ്സിൽ നിന്നും മരണപ്പെട്ടു പോയ ശ്രീ ഉബൈദ്, ശ്രീ മാഹിൻ, ശ്രീ ഐഷ ബീവി, ഇവരെ ഈ സമയം ഞാൻ ഇവിടെ സ്മരിക്കുന്നു. അവരുടെ വിയോഗത്തിൽ നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുകയാണ്. ഇനിയും ഈ കൂട്ടായ്മ വരും വർഷങ്ങളിൽ നടത്തിക്കൊണ്ടുപോകാൻ ഈ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നടത്തുന്നു. നമസ്കാരം. താങ്ക് യു.